السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, മുഹിബീങ്ങളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അള്ളാഹു നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്നവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. കമന്റിലൂടെ ഒരുപാട് സന്തോഷങ്ങൾ അറിയിക്കുന്നവരുണ്ട്, പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു ആഫിയത്തോടുള്ള ദീർഘായുസ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്‌രിബോടുകൂടെ നമ്മളിലേക്ക് കടന്നു വരുന്ന രാത്രി പരിശുദ്ധ റജബിന്റെ 27ാം രാത്രിയാണ്. ആ രാത്രിയിൽ അമൽ ചെയ്യേണ്ടതും തുടർന്നു വരുന്നതായ പകലിൽ ചെയ്യേണ്ടതും ഇന്നത്തെ രാത്രി പ്രത്യേകം പരിഗണിക്കണം. ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോവാൻ വേണ്ടി പാടില്ല. പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിസ്കാരം. റജബ് 27ാം രാവിലാണ് നിസ്കാരം നമുക്ക് ഒരു സമ്മാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കാതെ നമ്മളത് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. റജബിന്റെ 27 നോമ്പല്ല, തസ്ബീഹ് അല്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. പ്രത്യേകിച്ചിട്ടും 5 വക്ത് നിസ്കാരം നിസ്കരിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട നല്ലൊരു സമയമാണ് മാബൈനൽ മഗ്‌രിബി വൽ ഇശാഇ, ഇശാ മഗ്‌രിബിന്റെ ഇടയിലുള്ള സമയം. അതൊരു നല്ല സമയമാണ്. പഴയ കാലത്തെല്ലാം ആ സമയത്തെല്ലാം കുട്ടികളെല്ലാം പുറത്ത് വിടാൻ പോകാൻ വേണ്ടി പാടില്ല എന്ന് പറയുന്നു. കാരണം ശൈത്താന്മാർ ആ സമയത്ത് പരന്നു കിടക്കും. ഗർഭിണികളായ സ്ത്രീകൾ പ്രത്യേകിച്ചിട്ടും പുറത്തിറങ്ങാൻ വേണ്ടി പാടില്ല. ശൈത്താനിന്റെ പിശാചിന്റെ അടി കിട്ടാൻ അത് കാരണമാകും. പ്രത്യേകിച്ചിട്ടും ഇന്നത്തെ രാത്രിയിൽ നമ്മളിൽ നിന്ന് മരിച്ചവർ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകിച്ചിട്ടും ദുആ ചെയ്യണം. നമുക്ക് പഠിപ്പിച്ച അലിഫ് പഠിപ്പിച്ചു തന്ന നമ്മുടെ ഉസ്താദുമാർ, നമ്മൾക്ക് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച, നമ്മളാക്കിയത് നമ്മുടെ മാതാപിതാക്കൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നൽ അദ്ഇയത, തീർച്ചയായിട്ടും ദുആ ആർക്ക് വേണ്ടിയാണോ, നിങ്ങൾ മരിച്ചവർക്ക് വേണ്ടിയാണോ, ആർക്ക് വേണ്ടിയാണോ ദുആ ചെയ്താലും അവരുടെ ഖബറിൽ കൊണ്ടുപോകും ഒരു മലക്ക്. ഒരു പ്രകാശത്തിന്റെ ഒരു തളികയിൽ പാത്രത്തിൽ നീ ചെയ്തതായ ദുആയിനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ അവർ എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടാകും, അവർക്ക് വലിയ ആനന്ദമുണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളെ, നൂറെ മദീന അതിന്റെ മുഹിബ്ബീങ്ങളെ, പ്രത്യേകിച്ചിട്ടും ഇന്നത്തെ രാത്രിനെ പരിഗണിക്കണം. പ്രത്യേകിച്ച് റജബ് 27ന്റെ നോമ്പ്, മിഅ്റാജിന്റെ നോമ്പിനെ കുറിച്ച് മുത്തുനബി തങ്ങൾ പറഞ്ഞു. മിഅ്റാജിന്റെ രാത്രിയിൽ ആ നോമ്പിനെ കുറിച്ച് മുത്തുനബി തങ്ങൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അവസാനമായി പറയാം. അതിന് മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജ് പോകുന്ന ആ രാത്രിയിൽ, ആ മിഅ്റാജിന്റെ രാത്രിയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിലോടുകൂടെ പോകുമ്പോൾ ജിബ്രീൽ ചോദിക്കുകയാണ്, ആരാണുള്ളത്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അത് മുത്തുനബിയാണ് എന്റെ പിന്നിലുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ നബിയാകുന്ന മുത്തുനബിയെ വിളിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രിയിൽ നമ്മൾ ചെയ്യണം. നിങ്ങൾ ഉമ്മത്തിനോട്, സമുദായത്തോട് പറയണം, സ്വർഗത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരുപാട് വൃക്ഷങ്ങൾ നിങ്ങൾ നട്ടുപിടിപ്പിക്കുക. അത് ഏതാണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. എല്ലാ ടെൻഷനുകളെയും
99 രോഗത്തിനെയും ഇല്ലാണ്ടാക്കുന്ന ഒരു തസ്ബീഹാണ് മുത്തുനബി തങ്ങളോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അത് ഇന്നത്തെ രാത്രിയിൽ നമ്മൾ ചൊല്ലണം, നാളത്തെ പകലിൽ നമ്മൾ ചൊല്ലണം. ഏറ്റവും വലിയ ചെറിയ രോഗമാണ് ടെൻഷൻ. ആ ടെൻഷനെയും ഇല്ലാണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന മുത്തുനബി തങ്ങൾ പറഞ്ഞ ഒരു ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. അന്നത്തെ പകലിൽ നോമ്പ് നോൽക്കൽ സുന്നത്താണ്. റജബ് 27 നോമ്പ് നോൽക്കൽ മിഅ്റാജിന്റെ നോമ്പ് സുന്നത്താണ്. وعن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم من صام يوم 27 من رجب كتب له ثواب صيام 60 شهرا. ഉന്നയത്ത് എന്നുള്ള കിതാബിൽ 1-ാം വാല്യം 182-ാം പേജിലും ഇഹ്യാ ഉലൂമുദ്ദീനിൽ 1-ാം വാല്യം 328-ാം പേജിൽ ഈ ഹദീസ് കാണാം. മറ്റ് കിതാബുകളിലും സ്വഹീഹായ ഹദീസും ഈ ഹദീസിനെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവസാനം പറയാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും 27 മിഅ്റാജിന്റെ നോമ്പ് അനുഷ്ഠിച്ചാൽ 60 മാസം നോമ്പ് അനുഷ്ഠിച്ച പ്രതിഫലമാണ് അവനിക്ക് രേഖപ്പെടുത്തുന്നത്. എന്നിട്ട് ഇമാമിങ്ങൾ പറയുന്നു, വയുസ്തഹബ്ബു സൗമു യൗമുൽ മിഅ്റാജ്, മിഅ്റാജിന്റെ നോമ്പ് സുന്നത്താണ്. ഫതുൽ അല്ലാം 2-ാം വാല്യം 208-ാം പേജ്, ബാജൂരി 1-ാം വാല്യം 392-ാം പേജ്, ഇയാനത്തു ത്വാലിബീൻ 2-ാം വാല്യം 28-ാം പേജ്, ഫതാവ ഷാലിയാത്തി 135-ാം പേജ്. ഈ കിതാബുകളെല്ലാം മിഹ്റാജിന്റെ നോമ്പ് സുന്നത്താണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ നമ്മളിലേക്ക് കടന്നു വരുന്ന ഈ മിഹ്റാജിന്റെ നോമ്പിനെ കുറിച്ച്, അതിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി പുത്തനാശയക്കാർ ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നു. ഹദീസില്ല, ളഈഫായ ഹദീസ് പോലും ഇല്ല. എന്നാൽ നമ്മുടെ നാടുകളിൽ 27, 28 ഇങ്ങനെ 29 നോമ്പ് നോൽക്കുന്നുണ്ട്. അയ്യാമുൽ ശുഹൂദ്, റജബ് മാസത്തിലുള്ള നോമ്പുണ്ട്, അത് സുന്നത്തുണ്ട്. അതിന് പുറമെ മിഅ്റാജിന്റെ നോമ്പും സുന്നത്തുണ്ട്. ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ നോമ്പ് മുസ്ലിംകളായ ആളുകൾ അനുഷ്ഠിക്കുമ്പോൾ അങ്ങനെ ഒരു നോമ്പ് ഇല്ല. അത് ബിദ്അത്താണ്, ഇസ്ലാമിൽ കടത്തിക്കൂട്ടിയതാണ്. അങ്ങനെ അവർ വാദിക്കുകയാണ്, അമല് ചെയ്യുന്നവരെ തടയുകയാണ്. അവർ സ്വയം നോമ്പ് പിടിക്കാറില്ല, നോമ്പ് നോൽക്കുന്നവരെ തടയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടതായ മുത്തുമോമിനീങ്ങളെ, ഇതിനിക്കെല്ലാം രേഖയുണ്ട്. അവരെ ഇതുവരെ പറഞ്ഞത് ക്ലിപ്പുകളിലെല്ലാം കാണാം. റജബ് മാസത്തിനിക്ക് ഒരു പ്രത്യേകതയില്ല, എല്ലാ മാസവും അള്ളാഹുവിന്റെ മാസമാണ്. പക്ഷേ റജബിനിക്ക് അങ്ങനെ പ്രത്യേകതയില്ല. ബഹുമാനപ്പെട്ട ഇമാം റാസി ഇമാം തങ്ങൾ പറയുകയാണ്, ഫലാ തദ്ലിമു അൻഫുസകും എന്നുള്ള ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എല്ലാ മാസത്തിലും തെറ്റ് ചെയ്യൽ കുറ്റം തന്നെ. റജബ് മാസത്തിൽ ഒരാൾ തെറ്റ് ചെയ്താൽ ഇരട്ടി ശിക്ഷയാണ്, ഒരു നന്മ ചെയ്താൽ ഇരട്ടി പ്രതിഫലമാണ്. ആര് പറഞ്ഞു? ഇമാം റാസി ഇമാം തങ്ങൾ സ്വന്തം അഭിപ്രായത്തിലല്ല പറഞ്ഞത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുത്തബിഉസ് സുന്ന എന്നറിയപ്പെടുന്ന ഈ ഇമാം അവരോട് ഒരിക്കൽ ഉർവത്ത് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, അൽകാന റസൂലുള്ളാഹി യസൂമു ഫീ റജബ്, റസൂലുള്ളാഹി റജബ് മാസത്തിൽ നോമ്പനുഷ്ഠിക്കുമായിരുന്നു. അപ്പോൾ പറഞ്ഞ മറുപടി, നോമ്പനുഷ്ഠിക്കുകയും വയുശരിഫു, ആ മാസത്തിനെ പ്രത്യേകം പരിഗണിക്കുമായിരുന്നു. ഇമാം തുബറാനി ഇമാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഹദീസ്.
കിതാബ് കൻസുൽ ഉമ്മ എന്നുള്ള കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നുൽ അജൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് തബഈനുൽ അജബി എന്നുള്ള കിതാബിലും ഈ കാര്യം രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം നസായി ഇമാം ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇമാം ഖല്ലാനി ഹിജ്റ 409 വഫാത്തായ ആ ഇമാമും ഫളായിലുർ റജബ് എന്നുള്ള കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയ കാര്യമാണ്. എന്നാൽ ബഹുമാനപ്പെട്ട ഇബ്നുൽ അജൽ ഹൈതമി റഹിമഹുല്ലാഹ് എന്ന് പറഞ്ഞു ഈ കാര്യത്തിൽ ഈ നോമ്പിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഇബ്നുൽ അജൽ ഹൈതമി റഹിമഹുല്ലാഹ് തന്റെ ഫത്ഹുൽ മുബീൻ എന്നുള്ള കിതാബിൽ പറയുന്നുണ്ട്. 206 പേജിൽ എന്ത് പറയുന്നുണ്ട്? റജബിന്റെ നോമ്പ് ബിദ്അത്താണെന്ന് പറയുന്നുണ്ട്. വലൈസ കദാലിക, കാര്യം അങ്ങനെയല്ല. ബൽ ഹുവ സുന്നത്തും ഫളീല, അത് ശ്രേഷ്ഠമായ ഒരു സുന്നത്താണെന്ന് ബഹുമാനപ്പെട്ട ഇബ്നുൽ അജർ റഹിമഹുല്ലാഹ് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി ഹദീസ് ളഈഫായാൽ തന്നെ ഈ ഹദീസ് ളഈഫായാൽ തന്നെ ഫളായിലുൽ അമാലിൽ അമൽ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പ്രഗൽഭരായ ഒരുപാട് ഇമാമിങ്ങൾ, ഇമാം നവവി ഇമാം അടക്കം ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നോമ്പ് നോൽക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.